ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഇവിടെ സൺഡേ മോർണിംഗ് ആണ്. ഇന്നലെ രാത്രി ഒരു സിനിമ കണ്ടോ. അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഈ സമയമില്ല സമയത്തും ഒന്ന് ഇങ്ങനൊരു സംഭവം പറയുന്നത്. പിന്നെ ടൈം കിട്ടിയില്ലെങ്കിലോ. ഇപ്പം മലയാള സിനിമയിൽ നാട്ടിൽ നല്ല സക്സസ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന എക്കോ എന്ന സിനിമയുടെ റിവ്യൂ ആണ് പറയുന്നത്. മലയാള സിനിമയാണ്, കേൾക്കാത്തവർക്ക് വേണ്ടി പറയാണ്. എൻ്റെ പൊന്ന് മച്ചാന്മാരെ, നമ്മുടെ ഈ കിഷ്കിന്താകാരൻ ടീമിൻ്റെ പടമാണ്. ബ്രില്യൻ്റ് സ്ക്രിപ്റ്റ്, ബ്രില്യൻ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ കാണാത്ത തരത്തിലുള്ളൊരു കഥ. നിങ്ങൾ കുടുംബ പ്രേക്ഷകർ കാണാൻ പറ്റുന്ന സിനിമ നോക്കിയിരിക്കുകയാണോ? ഒന്നും നോക്കണ്ട, നിങ്ങൾ പൊക്കോ. പിന്നെ ഇതിനകത്ത് സ്പൂൺ ഫീഡൊന്നുമില്ല. വളരെ ശ്രദ്ധിച്ച് കണ്ടിരുന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പം അതിൻ്റെ കുറേ പാട്ട് നമുക്കിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതെന്താണ് ഇങ്ങനെ, അതെന്താണ് ഇങ്ങനെ. അതാണല്ലോ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബലം. സോ ആ ഒരു ബലം ഈ പടത്തിലുണ്ട്. നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കാണാൻ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. എന്ന് കരുതി ഭയങ്കര മാസോ ഹൈപ്പോ ഒന്നുമല്ല. ഒരു നല്ല സ്മൂത്ത്, നല്ല ബ്രില്യൻ്റ് പടമായിട്ട് എക്കോ വന്നിരിക്കുകയാണ്. ഇത് കാണാത്തവർക്ക് വേണ്ടി മാത്രമാണ് റിവ്യൂ, ഇതറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ റിവ്യൂ. അപ്പം തീർച്ചയായിട്ടും കാണാത്തവരും അറിയാത്തവരും ഇങ്ങനൊരു സിനിമ US ഓടുന്നുണ്ട്, പോയി കണ്ടോ. വർത്ത് പടമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്ത എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ് ഉണ്ട്. പിന്നെ നമ്മുടെ സന്ദീപ് എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ, അവൻ അടുത്ത ലെവൽ വന്നിരിക്കുകയാണ്. അവൻ കൂടുതലൊന്നും പറയുന്നില്ല. എക്കോ കിട്ടില്ല മൂവി. എൻ്റെ മാർക്ക് 100ൽ 100ആണ്. അത്രയും പെർഫെക്ഷനായ സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പോയി കണ്ടോ. അപ്പം അടിപൊളി ഒരു സിനിമയാകട്ടെ. നല്ലൊരു സൺഡേ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ബൈ.